കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസവും ജീവിതവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധം? വിശ്വാസത്തിന്റെ തലങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു നല്ല ക്രൈസ്തവ ജീവിതത്തിലൂടെ എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കും? ഇതൊക്കെ പഠിക്കുവാനായി നമുക്ക് ജോസച്ചിന്റെയും കടുകുമണി കൂട്ടുകാരുടെയും അടുക്കിലേക്ക് പോകാം. ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭ വിശ്വാസ സമൂഹം ആണ് എന്നുള്ളതാണ്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, വിചിന്തനം ചെയ്യുന്നത് സഭ വിശ്വാസ സമൂഹം എന്നുള്ളതാണ്. എന്താണ് വിശ്വാസം? നമുക്ക് പഠിക്കാം. തയ്യാറാണോ? എന്താണ് വിശ്വാസം എന്നുള്ളതും ആ വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത് എന്നുമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുമായിട്ട് ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നറിയാമോ? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരനുഭവം ഞാൻ പറയാം. നമുക്കറിയാം, അദ്ദേഹം വളരെ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. ഇഷ്ടംപോലെ അറിവുണ്ട്. അറിവുകൾ നിമിത്തമായിട്ട് ഇഷ്ടംപോലെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചൊരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കിടയ്ക്കും കുട്ടികളോടുള്ള സ്നേഹത്താൽ അവർ എന്തെങ്കിലും സംശയവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി, ആ സംശയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒരു റൂം അദ്ദേഹം ഈ കുട്ടികളോടൊത്ത് സംവദിക്കുന്നതിന് വേണ്ടിയും അവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയും അവരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ കുട്ടികൾ വരികയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുറച്ച് കുട്ടികൾ അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ആ റൂമിൽ ആരുമില്ലായിരുന്നു. ബെല്ലടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പറയുകയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രാർത്ഥിക്കുകയാണ്, ഒരല്പസമയം നിങ്ങൾ വിശ്രമിക്കാൻ പറയുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ആശ്ചര്യമായി. ഇത്രയും വലിയൊരു വ്യക്തി, ലോകം അറിയുന്നൊരു വ്യക്തി, ഇത്രമാത്രം അറിവുള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുകയോ? അതിനകത്ത് രണ്ട് കുട്ടികൾ അത് സംശയം തീർക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ ബോർഡിൽ എഴുതി വെക്കുകയാണ്, ഗോഡ് ഈസ് നോ വെയർ എന്ന് എഴുതിക്കേ. ആരെഴുതാൻ പറ്റുന്നത്? ഗോഡ് ഈസ് നോ വെയർ എന്ന് എഴുതിക്കേ ആൽഫി. എല്ലാവരും ഒന്ന് കാണിച്ച് കണ്ടോ? ഗോഡ് ഈസ് നോ വെയർ എന്ന് ബോർഡിൽ എഴുതിയിരിക്കുകയാണ്. ഈ സമയത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ക്ലാസ് റൂമിലേക്ക് കടന്നു വരികയാണ്. ഇത് കാണുകയാണ്, ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഗോഡ് ഈസ് നോ വെയർ. അദ്ദേഹം അരിശപ്പെട്ടില്ല, കുട്ടികളെ ശകാരിച്ചില്ല. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടികൾ എഴുതിയ അതേ ചോക്ക് എടുത്തതിന് ശേഷം ആ ഗോഡ് ഈസ് നോ വെയർ എന്നുള്ളതിൽ അവസാനത്തെ വാക്ക് നോ വെയർ എന്നതിനിടയ്ക്ക് ഒരു വരയിടുകയാണ്. അതൊന്ന് എഴുതിക്കേ. നോ വെയർ എന്നുള്ളത് രണ്ടായിട്ട് എഴുതി വയ്ക്കുക. നൗ ഹിയർ എന്നാക്കിക്കേ. ഗോഡ് ഈസ് നൗ ഹിയർ. ഓക്കെ, കണ്ടിച്ചേ കേട്ടോ? ഗോഡ് ഈസ് നൗ ഹിയർ. ഇവിടെ ഗോഡ് ഈസ് നോ വെയർ. ഇവിടെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദൈവം ഒരിടത്തുമില്ല. അദ്ദേഹം വെറുതെ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, നോ വെയർ എന്നുള്ളതിനിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പറയുകയാണ് ഗോഡ് ഈസ് നൗ ഹിയർ. കുട്ടികൾക്ക് ഭയങ്കര വിശ്വാസമായി. അവരെല്ലാവരും കൂടി ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഇത്രമാത്രം അറിവുണ്ടായിട്ടും, ഇത്രമാത്രം ലോകപ്രശസ്തി ആർജിച്ചതിന് ശേഷവും ദൈവത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഈ ചെറിയൊരു ഉദാഹരണത്തിൽ നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ലോകം നമുക്കറിയാം ഇന്ന് കുതിച്ചു പായുകയാണ്. അറിവിൽ
കണ്ടുപിടുത്തങ്ങളുടെ പുറകെ ഒളിച്ചു പാടുകയാണ്. അവിടെ വിശ്വാസം തളർന്നു പോകുന്നുണ്ടോ? എന്താണ് ഈ വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പാരമ്പര്യത്തെ മറന്ന് ജീവിക്കാൻ ഇടയാകാനുള്ള സാധ്യതകളുണ്ട്. ഇഷ്ടം പോലെ അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അച്ഛൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. അവർ ഈ അടുത്ത കാലത്ത് ഡൽഹി വിസിറ്റ് ചെയ്യാനിടയായി. അപ്പോൾ അവർ ആഗ്ര വഴി ഒന്ന് കറങ്ങിയപ്പോൾ അവർക്കൊരാഗ്രഹമുണ്ടായി താജ്മഹൽ ഒന്ന് അകത്ത് കയറി കാണണമെന്നുള്ളത്. പക്ഷേ യാദൃശികമായി അവർ ചെന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം അവിടെ പ്രവേശനം ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അന്യമതസ്ഥർക്ക് അന്ന് അവിടെ പ്രവേശനമില്ല. അപ്പോൾ ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവനൊരു ടവലെടുത്ത് തലയിൽ കെട്ടിയിട്ട് ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഫയാസ് എന്ന്. എന്നിട്ട് അവൻ അകത്ത് കയറി അന്ന് അവിടെ കയറി കണ്ടിട്ട് പോകുന്നു. കണ്ടോ, നല്ലൊരു ക്രിസ്തീയ വിശ്വാസമുള്ള കൂട്ടുകാരൻ അല്ലേ, യേശുവിൽ വിശ്വസിക്കുന്ന കൂട്ടുകാരൻ ഒരു ചെറിയ നിമിഷത്തിൽ ഒരു ലാഭത്തിന് വേണ്ടി ആ താജ്മഹൽ കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ വിശ്വാസത്തെയെല്ലാം മാറ്റിവെച്ച് യേശുവിന് തൻ്റെ പാരമ്പര്യമെല്ലാം മാറ്റിവെച്ചതിന് ശേഷം തൻ്റെ പേര് പോലും മാറ്റിവെച്ച് അവിടെ കാണുകയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇതുപോലെ നമ്മുടെ വിശ്വാസം, നമ്മൾ വളർന്നു വരുന്ന വിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്ന യേശുവിനെ മറന്ന് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വിശ്വാസത്തെ മറന്നു പോകുന്ന അനുഭവങ്ങൾ. ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ പ്രേക്ഷകരെ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് വിശ്വാസമെന്നും ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുവാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്കറിയാം എന്താണ് വിശ്വാസം. മനുഷ്യൻ നമുക്കറിയാം ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ ദൈവത്തെ, ഒരു സൃഷ്ടികർത്താവിനെ അന്വേഷിച്ച് പോകുന്നതാണ്. പഴയ നിയമത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സൃഷ്ടികർത്താവിനെ അന്വേഷിച്ച് പോകുന്നൊരു മനുഷ്യൻ. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഒരു സൃഷ്ടികർത്താവിനെ, ഒരു ദൈവത്തെ, ഈ പ്രപഞ്ചശക്തികൾക്ക് പുറകിലുള്ള ഒരു ദാതാവിനെ അന്വേഷിച്ചു പോകുന്ന ഒരു പ്രവണത എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് പഴയ നിയമകാലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവമാണ് ഈ ദൈവത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ പ്രശസ്തനായ അഗസ്തീനോസ് പുണ്യാളൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അങ്ങയെ കണ്ടെത്തുന്നത് വരെ ഞാൻ എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്, ആ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ദൈവം നമുക്കറിയാം പല പ്രാവശ്യങ്ങളായിട്ട് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പഴയ നിയമകാലത്തിൽ നമുക്കറിയാം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് അവരുടെ അനുഭവമായിരുന്നു. ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു അനുഭവമായിരുന്നു അവർക്ക്. ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു, അവിടെ നിന്ന് അവർ കരകയറി വന്നത്, തിരിച്ചു വന്നത് അവർക്കൊരു അനുഭവമായിരുന്നു. ആ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു അവർക്ക്. അല്ലെങ്കിൽ പ്രവാചകൻ വഴിയായിട്ട് വചനങ്ങളിലൂടെ അവർക്ക് ഈ ദൈവിക സാന്നിധ്യം, യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് അനുഭവിക്കാൻ സാധിച്ചതെന്നുള്ളത് ആരാ വായിക്കുന്നത്? ഹെബ്രായർ 1:2. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെ അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. വെരി ഗുഡ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ഈ യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ആ വെളിപാടിൻ്റെയൊക്കെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക വെളിപാടിലുള്ള നമ്മുടെ അറിവ്, ആ വെളിപാട് അനുഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യനുള്ള ആ തീഷ്ണത അല്ലെങ്കിൽ ആ സ്വഭാവം, ദൈവത്തെ അന്വേഷിക്കുക. ഇതിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അറിഞ്ഞ ദൈവത്തെ, അനുഭവിച്ച ദൈവത്തെ നമ്മൾ, ആ ദൈവത്തിലുള്ള വിശ്വാസം, ആ ദൈവത്തെ ആരാധിക്കുന്നത്, ആ ദൈവത്തെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അവർ അനുഭവിച്ച ദൈവത്തെ, യഹോവയിൽ അവർ വിശ്വസിച്ചു, തൻ്റെ ദൈവമായിട്ട് അവർ അംഗീകരിച്ചു. അപ്പോൾ ഇതാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആരാണെന്നറിയാമോ? അബ്രാഹാം. വിശ്വാസത്തിൻ്റെ പിതാവ് അബ്രാഹാം. രണ്ടാമത്തിൽ വിശ്വസിച്ച ഒരു ഭാഗ്യവതിയുണ്ട് പുതിയ നിയമത്തിൽ. ആരാണെന്ന് പറയാൻ പറ്റുമോ? മറിയം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ദൈവിക വെളിപാട് അനുഭവിച്ചു, ദൈവത്തെ കണ്ടു, മനസ്സിലാക്കി, അതിനുശേഷം അവരുടെ പ്രത്യുത്തരം. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കാം നമുക്ക്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്, യഹോവ വിളിക്കുകയാണ്, ദൂരദേശത്തേക്ക് പോകാൻ പറയുകയാണ്.
വെറുതെ ശബ്ദം കേട്ടു, ദൈവം പറഞ്ഞു, വിശ്വസിച്ചു. അതുകൊണ്ട് ദൂരദേശത്തേക്ക് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷമോ വിജാതിയരുടെ ഇടയിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ജീവിക്കുകയാണ്. കാരണം വിശ്വാസം. വാർദ്ധക്യമായിരുന്നിട്ടും സാറ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വിശ്വാസം കൊണ്ട് സ്വീകരിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും വിശ്വാസം നിമിത്തം അത് അംഗീകരിക്കുകയാണ്. അവസാനം വാർദ്ധക്യത്തിലുണ്ടായ സ്വന്തം മകനെ ബലി കഴിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോഴും വിശ്വാസം കൊണ്ട് അത് അനുസരിക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരികയാണെങ്കിലോ മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് അല്ലേ? ആ കല്യാണപ്രായമൊക്കെ ആയി, കല്യാണമൊക്കെ ആലോചിച്ചു, നല്ല സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ആ പ്രായത്തിൽ. പക്ഷേ അവിടെ ദൈവദൂതൻ കടന്നു വരികയാണ്. ദൈവകൃപ നിറഞ്ഞവിടെ സ്വസ്തി, ഇതാ കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പാവപ്പാടെ അമ്പരപ്പായി, എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. പക്ഷേ ദൈവകൃപ ലഭിച്ചവൾ ഭാഗ്യവതി. അത് വിശ്വസിച്ചവൾ, ദൈവകൃപയിൽ വിശ്വസിച്ചതുകൊണ്ട് അവൾ പരിശുദ്ധ അമ്മയായി തീരുകയാണ്. മറിയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയായി തീരുകയാണ്. യേശുവിൻ്റെ അമ്മ, നമ്മുടെയൊക്കെ രക്ഷകൻ്റെ അമ്മയായി തീരാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. ഇതാണ് വെളിപ്പെട്ട ദൈവത്തിൽ വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ആ വചനം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? മനുഷ്യന് സ്വഭാവത്താലേ ഉള്ള ഒരു തീഷ്ണതയാണ് ആ സൃഷ്ടികർത്താവിനെ, ദൈവത്തെ കാണുവാനുള്ളത്. ദൈവം വെളിപ്പെടുത്തി കഴിയുമ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കുക, അതിനുള്ള പ്രത്യുപകാരമാണ്. നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് നമ്മൾ നൽകുന്ന പ്രത്യുപകാരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ എന്താണ് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ എന്താണ് വിശ്വാസം, വിശ്വാസത്തിന് മനോഹരമായൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ചാക്കോച്ചന് വായിക്കാൻ പറ്റുമോ? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ബോധ്യവുമാണ് വിശ്വാസം. അത്ര മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് പ്രത്യാശ? അനുദിനം ആ യേശുനാഥൻ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ കടന്നു വരും, നമ്മളെ രക്ഷിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതിൽ വിശ്വാസത്തിൽ വളരുമ്പോഴാണ്, അതിനുള്ള അനുഭവങ്ങളാണ് അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാണപ്പെടാത്തതുണ്ട് എന്നുള്ളത് അല്ലേ? പലപ്പോഴും നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ദൈവം എവിടെ? നമുക്ക് വിശ്വാസത്തിലൂടെ മാത്രമേ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസമാണ്, ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് ആ ദൈവം എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുവാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, വിശ്വാസം നമുക്കുണ്ട് എന്ന് പറയുന്നു, നമ്മൾ പറയാറുണ്ട്. അതിന് സവിശേഷത എന്താണെന്ന് അറിയണ്ടേ? നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ് എന്ന് പറഞ്ഞെങ്കിൽ വിശ്വസിക്കുന്നതിൻ്റെ സവിശേഷതകൾ, വിശ്വസിക്കുന്നവരുടെ സവിശേഷത എന്താണെന്ന് അറിയണ്ടേ? ഒന്നാമതായിട്ട് വിശ്വാസം ദൈവിക ദാനമാണ്. വിശ്വാസം ദൈവിക ദാനമാണ്. പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, മാംസരക്തങ്ങളല്ല പിതാവായ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അജയിൽ നിന്നത് കേൾക്കാം. അജയ് ഒന്ന് വായിച്ചേ. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലെ വിശ്വാസവും. നമ്മുടെ മനുഷ്യന് നമുക്ക് ലഭിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അനുദിനം വിശ്വാസത്തിൽ വളരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതാണ്. അനുദിനം ദൈവം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ മാതാപിതാക്കളോട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ദൈവം നമുക്ക് നൽകുന്ന ഈ വെളിപാടുകളാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിൽ വളരുന്നുണ്ടെങ്കിൽ ദൈവിക അനുഭവം നമുക്കുള്ളതാണ്. ഈ ദൈവിക അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണ്? ദൈവം ദാനമായിട്ട് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. അത് മനസ്സിലാക്കണം. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വാസത്തിൽ വളരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയണം. ഇനി രണ്ടാമത്തത്, അതിനുശേഷം പറയുകയാണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി കൂടിയാണ്. ദൈവം ദാനമായി നൽകി എന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും നമുക്കറിയാം ഇന്ന് സംഭവിക്കുന്ന എന്താണ്? ലോകത്തിൽ ദൈവം ദാനമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിശ്വാസം, എല്ലാവർക്കും ദൈവിക വെളിപാടുകൾ കൊടുക്കുന്നുണ്ട്, ദൈവാനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പലരും ചെയ്യുന്നത് കുറേ പേര് തട്ടിക്കളയുകയാണ്.
അതിനെ ഗൗനിക്കുന്നേയില്ല, അതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് പറയുന്നത് ഇത് മനുഷ്യ പ്രവൃത്തി കൂടിയാണ് എന്ന് പറയുന്നത്. നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്, അതിന് പ്രത്യുത്തരം നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തി കൂടിയാണ് വിശ്വാസം. ദൈവം ദാനമായി നൽകുകയാണ്, അതിന് നമ്മൾ പ്രത്യുത്തരം നൽകുകയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രത്യുത്തരം നൽകുന്നത്? കൂദാശ അനുകരണത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലൂടെ, ഇത് വഴിയായിട്ടാണ് നമ്മൾ അതിനുള്ള പ്രത്യുത്തരം നൽകുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ഇതുവഴിയായിട്ട് നമുക്ക് ആ വിശ്വാസത്തിൽ ദൈവിക വെളിപാടിന് നമ്മൾ പ്രത്യുത്തരം നൽകണം. അപ്പോൾ ദൈവം ദാനമായി നൽകിയ വിശ്വാസത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുന്നതാണ് വിശ്വാസം. അപ്പം ഒന്നാമത്തേത് എന്താണ്? ഇത് ദൈവിക ദാനമാണ്. രണ്ടാമത്തത് മാനുഷിക പ്രവൃത്തിയാണ്. ഇനി മൂന്നാമത്തത് ഇത് യുക്തിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനെല്ലാം പൂർത്തീകരണമാണ്. നമുക്കറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യമേ കണ്ട കഥ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥ, മനോഹരമായ കണ്ടുപിടുത്തം നൽകി. പക്ഷേ വിശ്വാസം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഇത് എൻ്റെ കഴിവാണ്, ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലമൊക്കെ ആൾക്കാരൊക്കെ ഓർത്തിരിക്കും, ചിലപ്പോൾ പരാജയമായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയപ്പോഴും അതിന് പൂർത്തി നൽകിയത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി നൽകിയപ്പോഴാണ് അത് പൂർത്തിയായത്. ലോകത്തുള്ള ഏത് മഹാ കണ്ടുപിടുത്തങ്ങൾ എടുത്ത് നോക്കിയോ അത് കണ്ടുപിടിച്ച് എല്ലാവരും പറയും ഇത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കഴിവാണ് എന്നുള്ളത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ യുക്തി കൊണ്ട് നമ്മൾ നേടുന്നതിൻ്റെ പൂർത്തീകരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പൂർത്തീകരിക്കാനുള്ള ഒരു മാധ്യമമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ദൈവിക ദാനമാണ്, രണ്ടാമത്തത് മാനുഷിക പ്രവൃത്തിയാണ്, മൂന്നാമതായിട്ട് യുക്തിയാൽ കണ്ടുപിടിക്കുന്നതിൻ്റെ പൂർത്തിയാണ്. വിശ്വാസം കൊണ്ടാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. നാലാമത്തതാണ് സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ ആസ്വാദനം എന്ന് പറയുന്നത്. വിശ്വാസം നിത്യജീവിതത്തിൻ്റെ മുൻ ആസ്വാദനമാണ് എന്ന് നമ്മൾ കണ്ടു. മനോഹരമായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ്, പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നതാണ് നിത്യജീവിതത്തിന്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുകയാണ്. പിന്നീട് നമ്മൾ യേശുവിനെ മുഖാമുഖം കാണാൻ പോവുകയാണെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് സോനായിൽ നിന്ന് കേൾക്കാം, വായിച്ചേ. 1 കൊരിന്തോസ് 13:12. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. വെരി ഗുഡ്. ഇതാണ് മുൻ ആസ്വാദനം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെയാണ് കാണുന്നത്, പൂർണ്ണമായിട്ട് കാണുന്നില്ല, പക്ഷെ ഒരു ആരംഭമാണ്. ആ ദൈവവുമായിട്ടുള്ള സഹവാസത്തിൻ്റെ സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു ആരംഭമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പിന്നീട് നമ്മൾ അവിടെ ആകുമ്പോൾ യേശുവിൻ്റെ മുഖാമുഖം കാണുമാണ്, വ്യക്തമായിട്ട് കാണുകയാണ്. ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിലൂടെ കാണുന്നു. അടുത്ത പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വിശ്വാസം മുഖേനമായിട്ട് കാണുന്നു, പിന്നീട് നമ്മൾ മുഖാമുഖം കാണാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിൻ്റെ മറ്റൊരു മഹാദാനമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മറ്റു മഹാസവിശേഷതയാണ് ദൈവിക ജീവൻ്റെ മുൻ ആസ്വാദനം. ഇനി അവസാനമായിട്ട് നമ്മൾ 5-ാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ദാനമാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട ദാനമാണ്. കാരണം അനുദിനം ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അത് അനുദിനം നമ്മൾ സംരക്ഷിക്കേണ്ടേ, ആ വിശ്വാസം മുറുകെ പിടിക്കേണ്ടേ. അപ്പോൾ ഇതൊരു മഹാദാനമാണ്, അനുദിനം സംരക്ഷിക്കപ്പെടേണ്ടത്. കാരണം എല്ലാ ദിവസവും ദൈവം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ 5 ഏതൊക്കെയാണെന്ന് പറയാൻ സാധിക്കുമോ? ഒന്നാമത്തത് ദൈവിക ദാനമാണ്, അല്ലേ? വിശ്വാസം ദൈവിക ദാനമാണ്. രണ്ടാമത്തത് മാനുഷിക പ്രവർത്തനം. വിശ്വാസം മാനുഷിക പ്രവർത്തനമാണ്. മൂന്നാമത്തത് യുക്തിയുടെ പ്രബോധനം അല്ലെ പൂർത്തീകരണമാണ്, പൂർത്തിയാക്കുന്ന ദാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നാലാമത്തത് സ്വർഗീയ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. അവസാനമായിട്ട് 5-ാമത്തത് അനുദിനം സംരക്ഷിക്കേണ്ട ദാനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ വളരുന്നവരായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ദാനമായി ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് നമ്മൾ അനുദിനം മനസ്സിലാക്കണം, ധ്യാനിക്കണം. അത് തീർച്ചയായിട്ടും വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി നമ്മെ സഹായിക്കും. അടുത്തതായി വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്.
നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കിയാലോ? അപ്പോൾ ചെല്ലാം. തീർച്ചയായിട്ടും ആ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും എന്താണ് വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ എന്നാണ്. വിശ്വസിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ചൊല്ലിയാലോ? ചെല്ലാം. ഓക്കെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയിലെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉണ്ടോ? ഈ വിശ്വാസ പ്രമാണം ആദ്യം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഈ വിശ്വാസ പ്രമാണത്തെ മൂന്നായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്ത് പ്രത്യേക ദൈവത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ പ്രത്യേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നതാണ് പ്രത്യേക ദൈവത്തിലുള്ള വിശ്വാസം. രണ്ടാമതായിട്ട് തിരുസഭയിലുള്ള വിശ്വാസം. തിരുസഭയിൽ നമ്മൾ വിശ്വാസം. തിരുസഭയിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സഭയുടെ പഠനങ്ങൾ, സഭയുടെ പാരമ്പര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് തിരുസഭയാണെങ്കിൽ ഞാൻ അംഗമായിരിക്കുന്ന സഭയെ വിശ്വസിക്കുക, സഭാധികാരികളെ വിശ്വസിക്കുക, സഭയിലെ നമ്മൾ നയിക്കുന്ന വൈദികരെ, സന്യസ്തരെ വിശ്വസിക്കുക, അവരോടൊത്തായിരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. മൂന്നാമതായിട്ട് നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന ജീവിതത്തെ, അതാണ് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. ഒന്നാമത്തത് പ്രത്യേക ദൈവത്തിലുള്ള വിശ്വാസം. നമ്മൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവാണ്. ദൈവം ഏക ദൈവമാണ്. ആ ദൈവത്തിൽ മാത്രമാണ് എൻ്റെ വിശ്വാസം. ഈ ലോകത്തിൻ്റെതായ യാതൊരുവിധ ശക്തിയിലും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേക ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം. രണ്ടാമതായിട്ട് സഭയിലുള്ള വിശ്വാസം. സഭയിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോഴേക്കും ഞാൻ അംഗമായിരിക്കുന്ന സഭയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, ആ സഭയോട് ചേർന്നിരിക്കുക, ആ സഭയോടൊത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എൻ്റെ ഈ ലോക ജീവിതത്തിൽ വരാമെന്നത് എൻ്റെ സ്വർഗീയ ജീവിതത്തിലുള്ള വിശ്വാസം. എൻ്റെ സ്വർഗീയ ജീവിതത്തിലുള്ള വിശ്വാസം. ഈ ലോകം എന്ന് പറയുന്നത് ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയാണ്. ഇവിടുത്തെ ജീവിതത്തിന് ശേഷം എനിക്ക് യേശുവിനോടൊത്തൊരു ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസം. ഇതാണ് വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ. ഇനി അവസാനമായിട്ട് ഒരു പോയിൻ്റോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഏതെല്ലാം തലങ്ങളിലാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ വളരേണ്ടത് എന്നുള്ളതാണ്. ഏതെല്ലാം തലങ്ങളിലാണ് നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കുന്നത്? ഒന്ന്, പ്രത്യേകമായിട്ട് സഭാതലത്തിൽ, സഭയിലൊരു അംഗമെന്ന നിലയ്ക്ക് എനിക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് സഭ കൂദാശകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവാരാധനയെ പറ്റിയൊക്കെ പഠിച്ചതാണ്. ഈ ഓരോ പ്രാവശ്യം നമ്മൾ കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭാതലത്തിലാണ് വിശ്വാസത്തിൽ നമ്മൾ ആദ്യമായിട്ട് വളരേണ്ടത്, അല്ലെങ്കിൽ വളരുവാനുള്ള ഒരു മാധ്യമം, ഒരു അവസരം എന്ന് പറയുന്നത് സഭാതലത്തിലുള്ളത്. രണ്ടാമതായിട്ട് കുടുംബത്തിലാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. എൻ്റെ പപ്പായും അമ്മയും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കാണിച്ചു തരുന്നത് കണ്ട് വളർന്ന് പഠിക്കുമ്പോൾ മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം, യേശുവിനെ പറ്റിയുള്ള നമ്മുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവർ വിശ്വാസത്തിൽ വളരുകയാണ്. കുഞ്ഞുമക്കളെ നമുക്ക് ലഭിക്കുന്ന മാതാപിതാക്കൾ കാണിച്ചു തരുന്ന ആ മാതൃക നമ്മൾ അനുകരിക്കുമ്പോൾ, അവർ പറഞ്ഞു തരുന്ന വിശ്വാസത്തിൻ്റെതായ ആ സത്യങ്ങൾ, യേശു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ വളരുകയാണ്. അപ്പോൾ കുടുംബത്തിലാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്ന അടുത്ത തലം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വ്യക്തിതലത്തിൽ, സഭാതലത്തിൽ, കുടുംബതലത്തിൽ, വ്യക്തിതലത്തിൽ ഇത്രമാത്രം അനുഭവങ്ങളും ഇത്രമാത്രം സാഹചര്യങ്ങളൊക്കെ സഭയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ വിശ്വാസത്തിൽ വളരണം. നമുക്ക് തന്നെ തീരുമാനിക്കും. നമ്മൾ ഓൾറെഡി കണ്ടതാണ് വിശ്വാസത്തിൻ്റെ സവിശേഷതയിൽ രണ്ടാമത്തെ കണ്ടാണ് മനുഷ്യൻ്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞല്ലേ. സ്വമേധയാ തീരുമാനം എടുക്കുകയാണ്, എനിക്ക് വേണോ വേണ്ടെന്ന് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. ഇവിടെ വ്യക്തിപരമായ തലത്തിൽ, ആ വ്യക്തിപരമായ തലത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വളരണം. എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെ, മറ്റുള്ളവരുമായി ഐക്യത്തിൽ ജീവിക്കുന്ന വഴിയായിട്ടൊക്കെ ആയിട്ട് ആ വ്യക്തിപരമായ തലത്തിലും ഞാൻ വിശ്വാസത്തിൽ വളരണം. നാലാമത്തതാണ് സാമൂഹിക തലത്തിൽ.
എൻ്റെ സമൂഹത്തിൽ ഞാൻ എവിടെയായിരുന്നാലും, ഇപ്പം നിങ്ങളെല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, എൻ്റെ നാടുണ്ട്, എൻ്റെ ഗ്രാമമുണ്ട്, അവിടേക്ക് വരുമ്പോഴേക്കും അവിടെ ഞാൻ വിശ്വാസത്തിൽ വളർന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ പോലെ ആകരുത്. ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എൻ്റെ വിശ്വാസത്തെ മാറ്റിവെക്കരുത്. ഏത് സമൂഹത്തിലായാലും, എൻ്റെ നാട്ടിലായിക്കൊള്ളട്ടെ, എൻ്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, എൻ്റെ സ്കൂളിലായിക്കൊള്ളട്ടെ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, ദൈവം ദാനമായി നൽകിയതാണ് ഈ വിശ്വാസം. ആ ദാനമായി നൽകിയ വിശ്വാസം, ആ വിശ്വാസത്തിൽ നമുക്ക് വളരാം. അനുദിനം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തമായ സാഹചര്യത്തിൽ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. അതിനുള്ള ഒരു പ്രത്യുത്തരമായി വിശ്വാസത്തിൽ വളരാം. ഈ ലോകത്തിൽ നമുക്ക് ആ സ്വർഗീയ ജീവിതത്തിൻ്റെ മുൻ ആസ്വാദനമായി വിശ്വാസത്തെ നമുക്ക് കാണാം. വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴത്തിലോടുമ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത്. ആ വേരോട്ടം കുറയുമ്പോൾ അല്പവിശ്വാസിയാകുകയാണ്. ആ വേരോട്ടം നിൽക്കുമ്പോൾ അവിശ്വാസിയാകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറച്ച തീരുമാനമെടുക്കാം, എൻ്റെ വിശ്വാസത്തിൻ്റെ വേര് ആഴത്തിൽ ഓടും എന്നുള്ളത്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരുന്നുവെന്ന്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ഞാൻ വളരും എന്ന ഉറച്ച തീരുമാനം നമുക്കെടുക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നന്ദി, നമസ്കാരം. വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ കടുകുമണി കൂട്ടുകാർ പഠിച്ചോ? എന്താണ് വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധം? ചാക്കോച്ചൻ പറ. ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വാസത്തിന് വളരെയേറെ സ്ഥാനമുണ്ട്. വിശ്വാസത്തിന്റെ ഉത്തമമായ മാതൃകളെ കുറിച്ച് ജോസഫ് നമ്മളെ പഠിപ്പിച്ചു. അതാരൊക്കെയാണ്? എങ്ങനെയാണ് അബ്രാഹാം വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായി മാറിയത്? ദൈവത്തോടുള്ള സ്നേഹനിമിത്തം അബ്രാഹാം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യദേശത്ത് പോയി പാർത്തു. കുറേ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി അബ്രാഹത്തിന് ലഭിച്ച ഏകപുത്രനായ ഇസ്ഹാക്കിനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ബലിയായി അർപ്പിക്കുവാൻ അബ്രാഹാം തയ്യാറായി. ഇപ്പോൾ ജോഫി നമ്മളോട് പറഞ്ഞത് അബ്രാഹാം എങ്ങനെ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായി എന്നുള്ളതാണ്. ഇനി പരിശുദ്ധ കന്യാമറിയം എങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായി തീർന്നതെന്ന് നമുക്ക് ദിയോട് ചോദിക്കാം. ദൈവദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ഉണ്ണീശോയെ ഉദരത്തിൽ സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു നിസ്സംഗതയും കൂടാതെ കർത്താവിനെ വിശ്വസിച്ച് മറിയം അത് സ്വീകരിച്ചു. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു, വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു, വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകളെക്കുറിച്ച് പഠിച്ചു. നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയോ അച്ഛൻ്റെ ക്ലാസ്സിൽ? വിശ്വാസ പ്രമാണത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? തിരുസഭയിലുള്ള വിശ്വാസം, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, ഒപ്പം സ്വർഗീയ ജീവിതത്തിലുള്ള വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കടുകുമണി കൂട്ടുകാരോടൊപ്പം നിങ്ങളും പഠിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വിഷയവുമായി എത്തുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.